ആഭ്യന്തര കുറ്റവാളി. ആഭ്യന്തര കുറ്റവാളിയുമായിട്ട് ബന്ധപ്പെട്ട് ഫെയ്സുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത മികച്ച അഭിപ്രായം നേടിയ ചിത്രമാണ് ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. മികച്ച രീതിയിൽ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ആഫീസ് നെടുവങ്ങാട്, ആനന്ദ്, പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ എന്നു വേണ്ട മികച്ച താരങ്ങൾ കൊണ്ട് മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. പ്രേക്ഷക അഭിപ്രായമുള്ള ചിത്രം. ഇന്നലെ ആദ്യ ദിനം ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ചിത്രം നേടിയത്. അപ്പം രണ്ടാം ദിനമായി ഇന്ന് പെരുന്നാൾ ദിവസം ഇതിൻ്റെ കളക്ഷൻ വർധനവ് നേരിടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇന്നലെ ഇതുപോലെ സമയം 25 ലക്ഷം ട്രാക്കിംഗ് കളക്ഷൻ നേടിയ ചിത്രം 55 ലക്ഷത്തോളം ഗ്രോഫ് ഇന്ത്യൻ കേരള ഗ്രോഫ് കാണിച്ചു. ഇന്ന് 46 ലക്ഷം ട്രാക്കിംഗ് ഗ്രോഫാണ് ഈ ചിത്രം കാണിക്കുന്നത്. അങ്ങനെ ഇന്ന് 1 കോടിക്കടുത്ത് ഏകദേശം 95 കോടിക്ക് മുകളിലുള്ള 95 ലക്ഷത്തിന് മുകളിലുള്ള ഏകദേശം 1 കോടിക്ക് അടുത്തുള്ളതൊക്കെ തന്നെ ഇന്ന് കളക്ഷൻ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 2 ദിവസം കൊണ്ട് 1,55 ലക്ഷത്തിന് മുകളിൽ 1,60 ലക്ഷത്തോളം അടുപ്പിച്ചുള്ള കളക്ഷൻ നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 2.25 കോടിയെങ്കിലും കളക്ട് ചെയ്ത് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആസിഫിൻ്റെ ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം മികച്ച തുടക്കം കുറിച്ച് തന്നെ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കിഷ്കിന്ധകാണ്ഡം, അതുപോലെ രേഖാചിത്രം ഫർക്കിയിട്ട് വേണ്ട വിധം വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ആസിഫ് അലിയുടെ പ്രകടനം മികച്ചതെന്ന് പ്രേക്ഷക അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രവും മികച്ച രീതിയിൽ പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നാളെ ഞായറാഴ്ച ദിവസം മികച്ച രീതിയിലുള്ള കളക്ഷൻ, എനിക്ക് തോന്നുന്നു 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നാളെ ഞായറാഴ്ച ദിവസം ഈ ചിത്രം നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ചിത്രമാണ് മണിരത്നം. കമലഹാസൻ, മണിരത്നം, AR റഹ്മാൻ എന്നീ ലെജൻഡുകൾ ഒന്നിച്ച ഒരു ചിത്രമാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന ചിത്രം. അതുപോലെ മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാനായ ജോജു, അതുപോലെ അഭിരാമി എന്ന് വേണ്ട ഐശ്വര്യലക്ഷ്മി എന്ന് വേണ്ട പ്രമുഖ മലയാളികളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അഭിരാമി മലയാളിയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ചിത്രം 2ാമത്തെ ദിവസം ബോക്സ് ഓഫീസ് തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലത്തെ നമ്മൾ പ്രതീക്ഷിച്ച 50 കോടിയെങ്കിലും പ്രതീക്ഷിച്ച ചിത്രം വളരെ താഴെയായിരുന്നു. ഇത് 2 ദിവസം കൊണ്ട് ഈ ചിത്രം ഒരുപക്ഷെ 60 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് കൃത്യമായിട്ട് നമുക്ക് കണക്ക് കിട്ടുമ്പം ഏകദേശം 52 കോടിക്കടുത്ത് മാത്രമേ ഇത് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം 2 ദിവസം കൊണ്ട് 52 കോടിയിലേക്ക് ഈ ചിത്രം എത്തുന്നു. അപ്പം ഇന്നത്തെ തമിഴ്നാട് കളക്ഷനാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. വെറും 6 കോടി മാത്രമേ തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം ഇന്ന് കളക്ട് ചെയ്യുന്നുള്ളൂ. ഇന്നലെ ഒന്ന് 14 കോടി തന്നെ പ്രീഫെയിൽ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. ഏകദേശം 20 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും ഇന്നലെ കളക്ട് ചെയ്ത തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് 6 കോടി രൂപയിലേക്ക് ഈ ചിത്രം താഴ്ന്നു. പെരുന്നാൾ ദിവസമായിട്ട് പോലും ഈ ചിത്രം വേണ്ടത്ര രീതിയിൽ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ള കമലഹാസൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഈ ചിത്രം മാറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ 1,30 ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തെങ്കിൽ ഇന്ന് വെറും 30 ലക്ഷത്തിലേക്ക് ഈ ചിത്രം കോപ്പുകുത്തുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പല തിയേറ്ററുകളും നമ്മൾ കണ്ടു. തഗ് ലൈഫ് എന്ന് പറയുന്ന ചിത്രം മാറ്റി അവിടെ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നതായിട്ട് നമ്മൾ വീഡിയോകളൊക്കെ പലതും കാണുന്നുണ്ട്. അങ്ങനെ കമലഹാസൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും പരാജയ ചിത്രമായിട്ട് തഗ് ലൈഫ് മാറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു ചിത്രമാണ് നരിവേട്ട. ടൊവിനോ നായകനായ ടൊവിനോയുടെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രമെന്ന് വിശേഷിക്കപ്പെട്ട നരിവേട്ട എന്ന ചിത്രം 14,45 ലക്ഷമായിരുന്നു ഇന്നലെ വരെ ഇത് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തെങ്കിൽ ഇന്ന് ട്രാക്കിംഗ് ഗ്രോഫ് കാണിക്കുന്ന മികച്ച രീതിയിലുള്ള ട്രാക്കിംഗ് ഗ്രോഫാണ് കാണിക്കുന്നത്. 41 ലക്ഷം ഈ സമയത്ത് കാണിക്കുന്നു. അങ്ങനെ 70 ലക്ഷമെങ്കിലും ഇന്ന് ഈ ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 29 കോടിയിലേക്ക് എത്തുന്നു. ഇന്നലെ വരെ 28 കോടി 75 ലക്ഷമായിരുന്നു. ഇന്ന് കൊണ്ട് ഇത് 29 കോടിയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്ന 18 കോടി 10 ലക്ഷവും ഓവർഫീസ് കളക്ഷനായിട്ട് 10 കോടി 15 ലക്ഷവും അങ്ങനെയാണ് 28 കോടി 25 ലക്ഷം ഈ ചിത്രം ഇന്നലെ വരെ നേടിയത്.
ഇന്നുകൊണ്ട് ഈ ചിത്രം 29.5 കോടിയെങ്കിലും കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ഈ ചിത്രത്തിന് കിട്ടുന്നത്. അപ്പം നാളെ കൊണ്ട് ഈ ചിത്രം 30 കോടിയും കടന്ന് 31 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ തന്നെ ഒരു മികച്ച കഥാപാത്രമായിട്ട് മാറിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ദിവസത്തിൻ്റെ 15ാം ദിവസമായിരുന്നു ഇന്ന് 15ാമത്തെ ദിവസം. ഇന്ന് 15 ലക്ഷം രൂപയെങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെ 6.38 ലക്ഷം രൂപയായിരുന്നു വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ചിത്രം. ഇന്നുകൊണ്ട് ഏകദേശം 6.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി മികച്ച വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചിത്രമാണ് നമ്മുടെ പ്രിൻസ് എന്ന് പറയുന്ന ദിലീപ് ചിത്രം. ദിലീപിൻ്റെ ചിത്രം 30ാമത്തെ ദിവസമായിരുന്നു. ഇന്ന് 9 ലക്ഷം രൂപയോളം ട്രാക്കിംഗ് ഗ്രോഫ് കാണിക്കുന്ന ഈ ചിത്രം 15 ലക്ഷം രൂപയെങ്കിലും ഇന്ന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വരെ 16.70 ഇതിൻ്റെ കേരള ഗ്രോഫ് എങ്കിൽ ഇന്നുകൊണ്ട് ഇത് 16.85 കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 26 കോടിക്ക് മുകളിലുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പുതിയ ചിത്രങ്ങളും പഴയ ചിത്രങ്ങളുമായിട്ട് മലയാള സിനിമ ഇങ്ങനെ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇന്ന് പെരുന്നാളായിരുന്നു. ചിത്രങ്ങൾക്കെല്ലാം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയും മികച്ച രീതിയിലുള്ള കളക്ഷൻ എല്ലാ സിനിമകൾക്കും കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.